തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കനത്ത മഴയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. ആലപ്പുഴയിൽ മരം വീണു പരിക്കേറ്റ യുവാവ് മരിച്ചു. മാങ്കുളത്ത് പുഴയിൽ വീണയാളുടെ മൃതദേഹം കണ്ടെത്തി. ഇടുക്കി കരുണാപുരത്തും ഉടുമ്പൻചോലയിലും മരം വീണ് വീടുകൾ തകർന്നു. ഇടുക്കി മാങ്കുളത്ത് കാൽവഴുതി പുഴയിൽ വീണ താളുംകണ്ടം സ്വദേശി സനീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കരുണാപുരം തണ്ണിപ്പാറയിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. മലംകോട്ടയ്ക്കൽ രവീന്ദ്രനായരുടെ വീടാണ് തകർന്നത്. ഉടുമ്പൻചോല മേട്ടികൽ ലക്ഷ്മി കോളനിയിൽ വീടുകൾ തകർന്ന് 5 അംഗ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴ തുടരുന്ന ഇടുക്കിയിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിന് സമീപം മരം വീണ് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ ഉനൈസ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ആലപ്പുഴ പൂച്ചാക്കൽ വീട് തകർന്ന് 3 പേർക്ക് പരിക്കേറ്റു. എടത്വ തായങ്കരി റൂട്ടിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ KSRTC സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. കോട്ടയം കുമരകത്ത് ചെങ്ങളം മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കോട്ടയം ജില്ലയിൽ 3 ക്യാമ്പുകൾ തുറന്നു. എറണാകുളം പള്ളിക്കരയിൽ മുട്ടംതോട്ടിൽ ജോമോൻ മാത്യുവിന്റെ വീട് മണ്ണിടിഞ്ഞ് ഭാഗികമായി തകർന്നു. രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിൽ ആളപായമുണ്ടായില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി.